കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു വാർത്തയായിരുന്നു നടി ഇന്ദുലേഖയുടെ ഒരു പോസ്റ്റ്. അതിലൂടെയാണ് ഭൂരിഭാഗം പേര് മനസ്സിലാക്കിയത് പഴയ സീരിയൽ നടി, സിനിമാ നടി ഇന്ദുലേഖയുടെ ഭർത്താവ് അന്തരിച്ചിട്ട് 11 വർഷമായി എന്ന്. 11 വർഷമായി താൻ തൻ്റെ മകളെ ഒറ്റയ്ക്ക് തന്നെയാണ് വളർത്തുന്നത്, മറ്റാരുടെയും സഹായത്തോടെയല്ല. ഞാൻ എൻ്റെ മകളെ വളർത്താനുള്ള ഏറ്റവും വലിയ കെൽപ്പിലേക്ക് എത്തിയതും അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ എന്ന് ഞാൻ വിശ്വസിക്കാത്തത് കൊണ്ടാണ്. ഇപ്പോൾ തൻ്റെ 25ാം വിവാഹ വാർഷികത്തിൽ 11 വർഷം മുമ്പ് മരിച്ചുപോയ ഭർത്താവിനെ ഓർത്ത് ഇന്ദുലേഖ പങ്കുവച്ച പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. അന്നത്തെ കാലത്ത് ഇന്ദുലേഖ കെട്ടിപ്പിടിച്ചു നിന്ന ഭർത്താവിൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് തന്നെയാണ് ഇന്ദുലേഖ സോഷ്യൽ മീഡിയയിൽ ഇത്തരം വാർത്തകൾ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നതെന്ന് പറയാം. 11 വർഷങ്ങളാണ് ഒരുമിച്ച് ജീവിച്ചത്. 25-ൽ 11 വർഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട് എന്ന വിശ്വാസത്തിൽ തന്നെ ഞാൻ ജീവിച്ചു. ചില ബന്ധങ്ങൾ അളക്കുന്നത് ഒരുമിച്ച് ചിലവഴിച്ച വർഷങ്ങൾ വെച്ചല്ല എന്നതാണ് സത്യം, മറിച്ച് അതിൽ അവശേഷിക്കുന്ന സ്നേഹത്തിലും അതിൽ മാറ്റിമറിച്ച ജീവിതങ്ങളിലുമാണ്. മനസ്സിൽ സൂക്ഷിക്കുന്ന ഓർമ്മകളുമാണ്. സ്നേഹവും ചിരിയും സ്വപ്നങ്ങളും പ്രതിസന്ധികളും ഒരുപാട് നല്ല ഓർമ്മകളും നിറഞ്ഞ ഒരു മനോഹരമായ ജീവിതയാത്രയാണ് ഇന്ന് ഞാൻ ആഘോഷിക്കുന്നത്. ഞങ്ങൾക്ക് 25ാം വിവാഹ വാർഷിക ആശംസകൾ എന്ന ഇന്ദുലേഖ ഭർത്താവിൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നു. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ ചിത്രം ഏറ്റെടുക്കുന്നത്. കാരണം അവർക്ക് ഇത് ഊഹിക്കാവുന്നതിലും അപ്പുറം വേദനയാണ് നൽകുന്നത്. ഇന്ദുലേഖ ഇങ്ങനൊരു പോസ്റ്റ് പങ്കുവച്ചപ്പോൾ തന്നെ പ്രേക്ഷകരിൽ പലർക്കും വളരെയധികം ദുഃഖമാണ്. ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇന്ദുലേഖയുടെ ഭർത്താവ് ഇങ്ങനെ മരിച്ചു എന്നത്. ഏക മകളെ ഒറ്റയ്ക്ക് വളർത്തുകയാണെന്നും ഞങ്ങൾ അറിഞ്ഞില്ല. ഭർത്താവിനൊപ്പമുള്ള മനോഹരമായ അന്നത്തെ ചിത്രങ്ങൾ പങ്കുവച്ചാണ് ഇന്ദുലേഖ എത്തിയിരിക്കുന്നത്. ഉണ്ണിമായ എന്നൊരു മകളാണ് ഈ ദമ്പതികൾക്ക് ഉള്ളത്. മലയാളം ഇൻസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ഇന്ദുലേഖ. വിവാഹ വാർഷിക ദിനത്തിൽ വൈകാരികമായ കുറിപ്പ് പങ്കുവച്ചാണ് ഇന്ദുലേഖ ഇപ്പോൾ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. സംവിധായകൻ ശങ്കർ കൃഷ്ണയോട് നടിയുടെ ഭർത്താവ്. 11 വർഷം മുൻപായിരുന്നു ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ശങ്കർ മരണമടയുന്നത്. ഇരുവരുടെയും 25ാം വിവാഹ വാർഷിക ദിനത്തിലാണ് ഇതിനെക്കുറിച്ച് ഓർത്തെടുത്ത നടി ഇന്ദുലേഖ എഴുതിയ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. അദ്ദേഹം ഒരു സംവിധായകനായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. എന്നാൽ അദ്ദേഹം മരിച്ചത് പലർക്കും അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഞങ്ങൾ മറന്നുപോയതായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോഴും ആ ഭർത്താവിനെ ഓർത്ത് പോസ്റ്റുകൾ പങ്കുവെക്കുന്ന ഇന്ദുലേഖയെ പോലുള്ളവരാണ് ഇന്ന് മാതൃകയാകുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് പോലും ഇന്ദുലേഖയുടെ പോലത്തെ പ്രണയവും ജീവിതവും തന്നെയാണ് ഏറ്റവും കൂടുതൽ മാതൃക. ഭർത്താവ് മരിച്ചു എന്നറിഞ്ഞിട്ടും അല്ലെങ്കിൽ അങ്ങനെ അറിയാമായിട്ടും ഇപ്പോഴും ആ ഭർത്താവിൻ്റെ ഓർമ്മയിൽ ജീവിക്കുന്ന ഭാര്യമാർക്കുള്ളൊരു ലോകം തന്നെയാണിത്. അവർക്ക് മറ്റൊരു ബന്ധം വേണ്ട എന്നും അവരുടെ കുഞ്ഞുങ്ങളെ നോക്കി പൊന്നുപോലെ ജീവിക്കുന്ന ഒത്തിരി അമ്മമാരുള്ളൊരു കാലം തന്നെയാണിതെന്നും എടുത്തു പറയുകയാണ് പ്രേക്ഷകർ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.